കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തിരുവനന്തപുരം നഗരസഭ നാടകീയ സംഭവങ്ങൾക്ക് സാക്ഷിയായിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം മേയറും അല്ലെങ്കിൽ പ്രതിപക്ഷവും തമ്മിലുള്ള സംഘർഷം നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ പ്രതിപക്ഷം ഭരണസമിതിക്കെതിരെ കൊണ്ടുവരുന്ന അവിശ്വാസ പ്രമേയമാണ്. അവിശ്വാസ പ്രമേയത്തിലും പ്രതിപക്ഷത്തിന് ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു പ്രതിപക്ഷത്തിനൊപ്പം ഈ ഒരു CPM UDFിനൊപ്പം നിൽക്കുമോ എന്നൊരു ആശങ്കയാണ് നിലവിൽ ഈ ഒരു തലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. അല്ല, സ്വാഭാവികമായിട്ടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തെ മുഴുവൻ ആളുകളും ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു തെരഞ്ഞെടുപ്പായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ്. ആരും ആരും വിചാരിച്ചില്ല തിരുവനന്തപുരം കോർപ്പറേഷൻ BJP ഭരിക്കുമെന്ന് പറയുന്ന രീതിയിലേക്ക് എത്തുമെന്ന് ആരും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം LDFിൻ്റെ കോട്ടകളിലൊന്നായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത്. എത്ര വർഷങ്ങളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ LDF സ്വന്തം കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്നതാണ്. 25 വർഷത്തിന് മേളിൽ CPM ഭരിച്ചുകൊണ്ടിരുന്ന ഒരു നഗരസഭ. അതെ, തീർച്ചയായിട്ടും. ഇപ്പോൾ തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ചാണെങ്കിൽ 101 അംഗങ്ങളാണ് തിരുവനന്തപുരം നഗരസഭയിലുള്ളത്. അപ്പോൾ വലിയ രീതിയിൽ നമുക്കറിയാം തിരുവനന്തപുരത്തിൻ്റെ മേയർ തലസ്ഥാന നഗരിയാണ്. എല്ലാ സംവിധാനങ്ങളും ഉള്ളൊരു നാടാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. ആ തലസ്ഥാന നഗരി കൈവിട്ട് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ സംസ്ഥാനം ഭരണം കൈവിട്ടതുപോലെയാണ് CPMനുള്ളത്. അപ്പോൾ CPMനെ സംബന്ധിച്ച് സംസ്ഥാന ഭരണം നഷ്ടപ്പെട്ട ഒരു സാഹചര്യമാണുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷൻ അതിനു മുമ്പിട്ടേ നഷ്ടപ്പെടുന്നൊരു സാഹചര്യമുണ്ടായി. അത് CPMന് വലിയ തിരിച്ചടിയാണ് കൊടുത്തിട്ടുള്ളത്. BJPയുടെ ഭരണ സംവിധാനത്തെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറേ പാളിച്ചകൾ BJPക്ക് പറ്റിയിട്ടുണ്ട്. കാരണം ആദ്യമായിട്ടാണ് ഒരു കോർപ്പറേഷൻ പിടിക്കുന്നത്. അതിൻ്റെ എല്ലാവിധ വിഷയങ്ങളും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടായിരുന്നു എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ PV രാജേഷിനെ മേയറാക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ നടന്നിരുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹം മേയറാകുന്നു. പിന്നീട് പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് കഴിഞ്ഞ ദിവസം ഇതിനു മുമ്പിട്ട് തന്നെ അവിടുത്തെ ഈ സത്യപ്രതിജ്ഞ വലിയ രീതിയിൽ കേരളത്തിൽ മുഴുവൻ ചർച്ച ചെയ്തൊരു വിഷയമാണ്. കോടതിയിലേക്ക് കേസുമായിട്ട് ആളുകൾ പോകുന്നൊരു സാഹചര്യമുണ്ട്. അതായത് ഒരു സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ദൃഢപ്രതിജ്ഞ, സഗൗരവം അല്ലെങ്കിൽ ദൈവനാമത്തിൽ, ഇത് ഇങ്ങനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന സത്യപ്രതിജ്ഞയെ, കാരണം ഇവര് ജനാധിപത്യ രീതിയിലേക്കാണ് വരുന്നത്. അവിടെ ഒരു മതദൈവത്തിൻ്റെയോ മതചിഹ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഈ സത്യപ്രതിജ്ഞയിൽ പാടില്ല എന്നുള്ള കുറച്ച് നിബന്ധനകളുണ്ട്. കാരണം ഒരാളുടെ മാത്രമല്ല, ഒരു കൗൺസിലർ എന്ന് പറയുമ്പോൾ ആ വാർഡിൽ ഇപ്പോൾ 400-500 കുടുംബങ്ങളാണ് ഉള്ളതെങ്കിൽ ആ 500 കുടുംബങ്ങളും വ്യത്യസ്ത മതത്തിൽപ്പെട്ടവരായിരിക്കും, മതമില്ലാത്തവരായിരിക്കും, ജാതി ഉള്ളവരായിരിക്കും, ജാതി ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ എല്ലാവരെയും അഡ്രസ് ചെയ്യുന്ന ഒരാളാണ്. അതാണല്ലോ ജനാധിപത്യം എന്ന് പറയുന്നത്. വോട്ട് ചെയ്തവനെയും ചെയ്യാത്തവനെയും ഒരുമിച്ച് ഉൾക്കൊണ്ടുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരാളായിരിക്കണം ഒരു കൗൺസിലർ ആണെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ മത ദൈവങ്ങളുടെ പേരുകൾ പരാമർശിച്ചതുമായി ബന്ധപ്പെട്ട് സത്യപ്രതിജ്ഞ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. 30 കോടി ദൈവങ്ങളെയും കൂടെ അതിനൊപ്പം ബലിദാനികളെയും സാക്ഷി നിർത്തിയാണ് അവർ ആ ഒരു സത്യപ്രതിജ്ഞ ചെയ്തത്. ആ ഒരു ഭരണഘടനയുടെ ഒരു പൂർണ്ണമായ ലംഘനമാണ്. തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ കോടതി വിധി വന്നതും ആ സത്യപ്രതിജ്ഞ റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടപ്പോൾ അത് മാത്രമല്ല, തിരുവനന്തപുരം കോർപ്പറേഷനിൽ 51 സീറ്റുകളുമായിട്ടാണ് BJP നിൽക്കുന്നത്. ബാക്കിയുള്ള സീറ്റുകളിലേക്ക് UDFും LDFും എല്ലാം ഉണ്ട്, സ്വതന്ത്രരുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ കാപ്പ കേസ് പ്രതിയായിട്ടുള്ള സുഗതനുണ്ട്. അപ്പോൾ സുഗതന്റെ കാര്യം വളരെ രസകരമായിട്ടുള്ളൊരു കാര്യമാണ്. വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യുന്നു, കോടതിയിൽ നിന്നും പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നു. വലിയ രസകരമായിട്ടാണ് സുഗതനെ ഇപ്പോൾ നമുക്ക് ഓർക്കാൻ കഴിയുന്നത്. ഇപ്പൊ സുഗതൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ അച്ചായൻ സിനിമയിൽ പറയുന്ന പോലെ സുഗതൻ അങ്ങനെ ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനെല്ലാം ശേഷം സുഗതനെ അറസ്റ്റ് ചെയ്യുന്നു. അത് വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. കാരണം സുഗതനെ സംബന്ധിച്ച് 2 കൗൺസിൽ മീറ്റിങ്ങിലും സുഗതൻ വന്നിട്ടില്ല. മൂന്നാമതൊരു കൗൺസിൽ മീറ്റിങ്ങിലും വന്നില്ലെങ്കിൽ റദ്ദാക്കാനുള്ള സാഹചര്യങ്ങളുണ്ട് സുഗതനെ സംബന്ധിച്ച്. പക്ഷേ അവിടെ ഒരു വിശദീകരണം ഈ BJP ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നുണ്ട്. അതായത് 2 മീറ്റിങ്ങുകൾ, അതായത് ഇതിനു മുമ്പ് ഇതിനു വേണ്ടി മാത്രമാണെന്ന് തോന്നുന്നു. അതായത് ഇവർ കൗൺസിൽ മീറ്റിങ്ങുകൾ ഒരു മനഃപൂർവ്വം ദീർഘിപ്പിച്ചതുപോലെ തോന്നുന്നുണ്ട്. അല്ല, എന്താണെങ്കിലും സുഗതൻ ജയിലിലല്ലേ. ഇനിയിപ്പോ സുഗതൻ സത്യപ്രതിജ്ഞ എങ്ങനെ ചെയ്യും? പ്രതിയാണ്. അപ്പോ കാപ്പാക്കേസ് പ്രതിക്ക് എനിക്ക് സത്യപ്രതിജ്ഞ ചെയ്യണം എന്ന് ഹൈക്കോടതിയിലേക്ക് അപേക്ഷ അല്ലെങ്കിൽ ജാമ്യാപേക്ഷ അല്ലെങ്കിൽ ഹർജി കൊടുത്താലും അത് പരിഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എന്താണെങ്കിലും ജയിലിലിരുന്ന് സത്യപ്രതിജ്ഞ ചെയ്യാം.
ബലിദാനികളുടെയോ ദൈവനാമത്തിലോ ഇനി 33 ദൈവങ്ങൾ ഏത് ദൈവമാണെങ്കിലും ഏത് ദൈവത്തെ വിളിച്ചിട്ടാണെങ്കിലും സുഗതൻ ജയിലിൽ നിന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് ചെയ്യുകയും ചെയ്യാം. പക്ഷെ അത് ജനാധിപത്യത്തിലേക്ക് വരില്ല എന്നേ ഉള്ളൂ. അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിയാതെ പോയി കഴിഞ്ഞാൽ സുഗതനെ ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അയോഗ്യനാക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ വരികയാണെങ്കിൽ ഇപ്പോഴും നിയമസഭയല്ല, നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം വലിയ രീതിയിൽ വിഷയത്തിലാണ് പൊക്കോണ്ടിരിക്കുന്നത്. കാരണം കൃത്യമായിട്ടുള്ള അംഗങ്ങളില്ല. സത്യപ്രതിജ്ഞ നമ്മൾ വലിയ രീതിയിൽ കണ്ടതാണ്, അതിൻ്റെ നാടകീയ രംഗങ്ങളെല്ലാം കണ്ടതാണ്. തലകറങ്ങി വീഴുന്ന ആളുകൾ, വലിയ രീതിയിൽ നടന്നു വന്നിട്ട് കാല് കാണിക്കുന്ന ആളുകൾ, വളരെ രസകരമായിട്ടുള്ള രീതിയിലാണ് ഹോസ്പിറ്റലിന്റെ സ്റ്റെപ്പ് കയറി എക്സ്റേ എടുത്തവർ വരെ ഉണ്ട്. അപ്പോൾ വളരെ രസകരമായിട്ടുള്ളൊരു നാടകീയ രംഗങ്ങളായിരുന്നു തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതെല്ലാം കഴിഞ്ഞു, സത്യപ്രതിജ്ഞ വലിയ വിഷയമാണ്. അപ്പോൾ ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നൊരു ചിന്ത BJPക്ക് തന്നെയുണ്ട്. കാരണം 50 പേരുമായിട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ അതിനകത്ത് ഒരു സ്വതന്ത്രനുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പോൾ CPM-ഉം കോൺഗ്രസും പാറ്റൂർ രാധാകൃഷ്ണനാണ് ആ ഒരു സ്വതന്ത്രൻ. ഇപ്പോൾ ഈ CPM UDF തമ്മിൽ ഒരു അകൽച്ച നിലനിൽക്കുന്നത് VV രാജേഷിന് ഏറെ അഡ്വാൻറ്റേജ് ആയിട്ടാണ് മേയർ കാണുന്നത്. കാരണം ഇവരുടേതായിട്ടുള്ള ഒരു അയോഗ്യത അല്ലെങ്കിൽ ഇവരുടെ തമ്മിലുള്ള സ്വരച്ചേർച്ച, ഇപ്പോൾ നിനക്ക് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്കും വേണ്ട എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ. അല്ല, വലിയ നാടകീയ രംഗങ്ങളാണ് ഉള്ളത്. ഇനി ചിലപ്പോൾ പാറ്റൂർ രാധാകൃഷ്ണൻ ഇനി തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ ആകുമോ എന്നൊന്നും പറയാൻ കഴിയില്ല. കാരണം സ്വതന്ത്രനാണ്. ഇപ്പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാൽ രണ്ടുപേരുമായിട്ട് സംസാരിക്കുകയാണ്, എന്നെ നിങ്ങൾ തിരുവനന്തപുരം മേയർ ആക്കിക്കോ, എനിക്ക് സമ്മതമാണ് എന്ന് പറയുന്ന രീതിയിലേക്ക് അദ്ദേഹം വന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ രണ്ടു കൂട്ടരും, ഇപ്പോൾ നമുക്കറിയാം CPM-ഉം കോൺഗ്രസും ബദ്ധശത്രുക്കളാണ്. രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഇന്ത്യ സഖ്യം ഒക്കെ ഉണ്ടെങ്കിലും, ഇന്ത്യക്ക് പുറത്താണെങ്കിൽ പോലും പ്രാദേശികമായിട്ട് CPM-ന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് കോൺഗ്രസ് ആണ്. കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് CPM ആണ്. അപ്പോൾ ഇത് കൊണ്ടുപോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. രണ്ടുപേരും കൂടെ അലയൻസ് ആയിട്ട് BJPയെ ഒതുക്കാൻ വേണ്ടി, BJP പുറത്താക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നു കഴിഞ്ഞാലും എത്ര കാലം ഇത് മുന്നോട്ട് പോകുമെന്നൊരു ചോദ്യമുണ്ട്. അതും വലിയ വിഷയത്തിലാണ്. അങ്ങനെ ഒരു ഭരണസമിതി വന്നാൽ തന്നെ അതും ഉടൻ കാലാവധി തികയ്ക്കാതെ അത് മൂക്ക് പൊത്താനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വിഷയമെന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവർക്കും വലിയ വിഷയങ്ങളുണ്ട്. അപ്പോൾ സംഘർഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രണ്ട് കൂട്ടരും ഒന്നിച്ച് നിന്ന്, ഒരാൾ മാത്രമല്ലോ, മേയറുണ്ട്, ഡെപ്യൂട്ടി മേയറുണ്ട്, പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുണ്ട്, ഇവരെല്ലാം തിരഞ്ഞെടുക്കണമല്ലോ. അപ്പോൾ തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൃത്യമായിട്ടൊരു ധാരണയില്ലെങ്കിൽ അത് വലിയ അടിയിലേക്ക് പോകും. നമ്മൾ ഇപ്പോൾ പാലാ നഗരസഭയിൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പാലയിൽ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ, ഫാമിലിയുമായി ബന്ധപ്പെട്ടും കോൺഗ്രസുമായി ബന്ധപ്പെട്ടും വലിയ വിഷയങ്ങൾ നടക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതേപോലൊരു സാഹചര്യത്തിലേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ പോകാനുള്ള എല്ലാവിധ സാഹചര്യങ്ങളുണ്ട്, പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി വലിയ ട്വിസ്റ്റുകളായിരിക്കും, കേരള രാഷ്ട്രീയത്തെ ഞെട്ടിക്കുന്ന ട്വിസ്റ്റുകളായിരിക്കും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കാൻ പോകുന്നത്. ഇനി കോർപ്പറേഷൻ ഭരണം എങ്ങനെയാണ് BJP തിരിച്ചു പിടിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ CPM-ഉം കോൺഗ്രസും കൂടെ സഖ്യമായിട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ സ്വതന്ത്രൻ മേയറാകുമോ ഡെപ്യൂട്ടി മേയറാകുമോ എന്നുള്ള ചോദ്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഒരുപക്ഷെ ഒരു ഓഫർ ഈ ഒരു സ്വതന്ത്രൻ, അതായത് പാറ്റൂർ രാധാകൃഷ്ണന് മുന്നിലേക്ക് വെച്ചു കൊടുക്കാൻ സാധ്യതയുണ്ട്. അതായത് ഒന്നുകിൽ മേയർ അല്ലെങ്കിൽ ഡെപ്യൂട്ടി മേയർ, ഈ ഒരു സ്ഥാനം ഓഫർ ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായും തിരിച്ച് കോൺഗ്രസിലേക്ക് അല്ലെങ്കിൽ LDF-ലേക്ക് ഈ ഒരു സ്വതന്ത്രൻ മറിയാനും സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ BJP ആണെങ്കിലും വലിയ ഓഫറുകളായിരിക്കും അദ്ദേഹത്തിന് കൊടുത്തിട്ടുള്ളത്. ഇനി CPM-ഉം കോൺഗ്രസും വലിയ ഓഫറുകൾ കൊടുക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം കോർപ്പറേഷൻ ഭരണം എങ്ങനെയെങ്കിലും തിരിച്ച് തങ്ങളുടെ പക്കലേക്ക് കൊണ്ടുവരിക. കോർപ്പറേഷൻ ഭരണം എന്ന് പറയുമ്പോൾ മേയർ മാത്രമല്ലല്ലോ, അതിനപ്പുറത്തേക്ക് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുണ്ട്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുണ്ട്, ഇപ്പോൾ ഓരോ പോസ്റ്റുകളുണ്ട്, ഡെപ്യൂട്ടി മേയർ സ്ഥാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ തങ്ങളുടെ പക്ഷത്തിലേക്ക് കൊണ്ടുവരിക. ഈ സംവിധാനം കൈകാര്യം ചെയ്യണമെങ്കിൽ ഇതൊക്കെ വേണമല്ലോ. അപ്പോൾ മേയർ തങ്ങൾക്കെല്ലാം പറ്റുന്ന ഒരാളായിരിക്കണം എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വലിയ ട്വിസ്റ്റുകൾക്ക് സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. എന്താണെങ്കിലും അടുത്ത തിങ്കളാഴ്ചയാണ് ആ ദിവസം, മറ്റന്നാൾ. തീർച്ചയായിട്ടും അത് കേരള ജനത മുഴുവൻ ഉറ്റുനോക്കുന്നൊരു കാര്യമായിരിക്കും. കാരണം ഇതിനു മുമ്പിട്ടുള്ള സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പിട്ടുള്ള വിഷയങ്ങൾ നമ്മൾ കണ്ടതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും ബഹളവും സമരവുമായിട്ട് DYFI വരുന്നു, വലിയ സംഘർഷങ്ങൾ. ഞാൻ പിൻ ഗേറ്റിലൂടെ പോകുന്ന ഒരാളല്ല, മുൻ ഗേറ്റിലൂടെ മാത്രം പോകുന്ന ഒരാളാണ് എന്ന് പറഞ്ഞ് VV രാജേഷിന്റെ വെല്ലുവിളി നമ്മൾ കണ്ടതാണ്. അങ്ങനെ മൊത്തത്തിൽ
തിരുവനന്തപുരം കോർപ്പറേഷൻ ഒന്ന് കത്തി നിൽക്കുന്ന സമയമാണ്. തിങ്കളാഴ്ച നടക്കാൻ പോകുന്ന ഇത്തരത്തിലുള്ള അവിശ്വാസ പ്രമേയങ്ങൾ ഇത് വലിയ രീതിയിൽ ചർച്ചയാകാനുള്ള എല്ലാ സാഹചര്യവുമുണ്ട്. ഇനി ചിലപ്പോൾ വലിയ അടിയിലേക്ക്, സംഘർഷങ്ങളിലേക്ക് ഇത് പോകാനുള്ളൊരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, കോൺഗ്രസിനെ ഈ അവിശ്വാസ പ്രമേയത്തിനിടെ CPM പാലം വലിക്കുമോ എന്നതാണ് ഇനി ആ ഒരു ദിവസത്തേക്ക് ഉറ്റുനോക്കാനുള്ള ഒരു. CPM-നെ സംബന്ധിച്ച് ഇനി ഒന്നും നോക്കാനില്ല. അധികാരമില്ല, കേരളത്തിൽ അധികാരമില്ല, വേറെങ്ങും അധികാരമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ ഭരണവും തങ്ങളുടെ കയ്യിൽ നിന്നും പോയി. അത് BJP-ക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രമേ ഇനി CPM-ന് നോക്കാൻ കഴിയുകയുള്ളൂ. അപ്പം എന്താണെങ്കിലും CPM-നെ സംബന്ധിച്ച് BJP-യെ പുറത്താക്കാനാണോ അതോ കോൺഗ്രസിനെ പുറത്താക്കാനാണോ അവരുടെ ലക്ഷ്യമെന്ന് തിങ്കളാഴ്ച കൂടി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയും.